നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. നമുക്ക് തൊലി ഒന്ന് അടന്നു പോകുന്ന ഒരു ഫീലിങ് എനിക്ക് കണ്ട. ഈ ഒരു ഭാഗത്തും ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളില് തൊലി അടന്നു പോകുന്ന ഒരു ഫീലിങ് എനിക്കുണ്ട്. ഞാനിത് പൊളിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ കറക്റ്റ് നമ്മുടെ തൊലി പോകുന്ന ഒരു ഫീലാണ് കേട്ടോ. അത് എനിക്കറിയില്ല, അത് നീ എന്താ പറയാ. അങ്ങനെ അതിനും ഒരു തീരുമാനമായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ബഷീർ ബഷിയുടെ BB ക്രീം തള്ളലുകളെല്ലാം പൊളിച്ചടുക്കിക്കൊണ്ട് പയൂസ് വ്ലോഗ് എന്ന് പറയുന്ന യൂട്യൂബർ രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ BB ക്രീം എന്ന് പറയുന്നത് ബഷീർ ബഷിയുടെ സ്വന്തം പ്രൊഡക്റ്റ് ആണ് കേട്ടോ. വൈറ്റനിങ് ക്രീം എന്ന് പറഞ്ഞു ഓൺലൈൻ വഴിയാണ് ഈ സാധനം സെയിൽ ചെയ്യുന്നത്. ഒടുക്കത്തെ വിലയാണ് ഈ സാധനത്തിന്. 50 ഗ്രാമിന് തന്നെ 1500 രൂപയാണ് വില. എനിക്ക് തോന്നുന്നത് ഇത് വാങ്ങുന്നവരുടെ മുഖം വെളുക്കുന്നതിന് മുമ്പ് തന്നെ കുടുംബം മൊത്തത്തിൽ വെളുക്കുന്നുള്ളതാണ്. അച്ചത് റേറ്റ് അല്ലേ, എന്തായാലും വെളുത്താൽ മതിയല്ലോ. അപ്പൊ പറഞ്ഞു വരുന്നത് ഈ ക്രീം ഇങ്ങനെ കുറച്ച് കാലമായിട്ട് വൈറലായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വെളുത്തിട്ട് പാർന്ന ക്രീം വാങ്ങാൻ ഇന്നും ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് പിന്നെ നമ്മൾ എത്ര കിട്ടിയാലും പഠിക്കൂലല്ലോ. സ്വന്തം കിഡ്നി വരെ അടിച്ചു പോകുന്ന അറിഞ്ഞിട്ടും ആൾക്കാർക്കും ഇന്നേ വരെ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കറുപ്പിനെ വെറുക്കുന്ന അതല്ലെങ്കിൽ പേടിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ടാകുന്ന സമയത്ത് ഇത്തരം ക്രീമുകൾക്കൊക്കെ നല്ല മാർക്കറ്റ് തന്നെയാണ്. അവിടെ എത്ര കിഡ്നി അടിച്ചു പോകുന്നു പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ചത്താലും വേണ്ടിയില്ലേ, നല്ല വെളുത്തിട്ട് പാറിട്ട് ശവപ്പെട്ടി കിടന്നാൽ മതില്ലേ. ഒന്ന് വെളുത്തിട്ട് പാറാൻ വേണ്ടി, ഒന്ന് വെളുത്ത് കിട്ടാൻ വേണ്ടി ഏതറ്റം വരെ പോകാനും മടിയില്ലാത്ത ടീംസ് ഇഷ്ടമാണ്. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ വൈറ്റനിങ് ക്രീമുകളെല്ലാം പല പേരുകളിലും വിപണിയിൽ ലഭ്യമായി തുടങ്ങി എന്നുള്ളതാണ്. അതിലിപ്പോൾ മെയിനായി കളിക്കുന്നതാണ് ബഷീർ ബഷിയുടെ BB ക്രീം. ഇത്തരത്തിലുള്ള ക്രീമുകളുടെ സൈഡ് എഫക്റ്റ് എല്ലാം ഒരുപാട് ചർച്ച ആയിട്ട് പോലും ആളുകൾ വീണ്ടും BB ക്രീം വാങ്ങുന്നുണ്ടെങ്കിൽ അത് ബഷീർ ബഷിയോടും ഫാമിലിയോടുമുള്ള വിശ്വാസമാണ് അല്ലെ. ബഷീർ ബഷി സുഹാനത്താത്തനെ വെളുപ്പിച്ച് പാർപ്പിക്കുന്ന വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രീം ഇറങ്ങിയ സമയം തൊട്ട് എല്ലാവരും ആവശ്യപ്പെട്ടത്രേ, നിങ്ങൾ ആദ്യം സുഹാനത്താത്തനെ വെളുപ്പിച്ച് കാണിക്കും ബഷീർ കാക്ക, എന്നിട്ട് ഞങ്ങൾ ക്രീം വാങ്ങിക്കാന്നുള്ളത്. അങ്ങനെ സുഹാനത്താത്തനെ വെളുപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു ബഷീർ കാക്ക കുറച്ച്. പിന്നെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി സുഹാനത്താത്തനൊക്കെ വെളുപ്പിച്ചില്ലേ, കുറെ ഫിൽറ്ററൊക്കെ ഇട്ടും അങ്ങനെ ഇങ്ങനെ കാക്കിങ്ങ് വെളുപ്പിച്ച് കാണിച്ച് അതിനെ വിമർശിച്ചുകൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ക്രീമുകളുടെ സൈഡ് എഫക്റ്റിനെ കുറിച്ച് നമ്മളൊന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം സത്യമാണെന്ന് തെളിയിക്കുന്ന അനുഭവങ്ങളുമായി പയൂസ് വ്ലോഗ് രംഗത്ത് വന്നിരിക്കുകയാണ്. നമുക്ക് എന്തായാലും അവർക്ക് പറയാനുള്ളത് എന്താണെന്നൊന്ന് കേട്ടു നോക്കാം. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയാണ് എല്ലാവർക്കും. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന കുറെ പേരെന്നോട് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടാ. വേറെ ഒന്നല്ല, നമ്മുടെ ബഷീർ ബഷിയുടെ BB98 എന്ന ക്രീമിന്റെ റിവ്യൂ ആണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. ഞാനിപ്പോ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 13-14 ദിവസമായിട്ടുണ്ട്. ഈ 13-14 ദിവസത്തിന്റെ ഉള്ളിൽ വന്നിട്ടുള്ള എനിക്ക് വന്നുള്ള ചേഞ്ചസ് മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. ഈ ക്രീം ഞാനിപ്പോ ഉപയോഗിച്ചിട്ട് ഫിനിഷ് ആയിട്ടില്ല. ഞാനത് കാണിച്ചു തരാം. നല്ല പാക്കിംഗ് ആണ് കേട്ടോ. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഫുള്ള് പറയാം. ഞാനിപ്പോ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കാണാലോ, ഇത്രയായിട്ടുള്ളൂ. അപ്പൊ ഇത്രയും ആയതിന്റെ ഒരു റിവ്യൂ ആണ് ഞാൻ ഇടുന്നത്. ഞാനിത് ഫുള്ള് ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ള റിവ്യൂ ഞാൻ എന്തായാലും പറയുന്നതായിരിക്കും കേട്ടോ. ആദ്യമേ എടുത്ത് പറയാം, ഇവരുടെ പാക്കിംഗ് എന്ന് പറയുന്നത് അടിപൊളി പാക്കിംഗ് ആണ്. ഭയങ്കര ലക്ഷറി ആയിട്ടുള്ള ഒരു പാക്കിംഗ് ആണ്. ഇത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ഗ്ലാസ് ബോട്ടിലാണ് വരുന്നത്. അങ്ങനെ പറ, വെറുതെ ക്രീമിന് ഇത്ര വില. ക്രീമിന്റെ പകുതി പൈസയും പാക്കിങ്ങിന് ചെലവാണ്. കുറെ കെമിക്കൽസ് കൂട്ടി ചേർത്തുണ്ടാക്കുന്ന ക്രീമിന് എന്താ എത്ര വില എന്നൊക്കെ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അല്ല അതിന് സംഗതി പിടി കിട്ടിയത്. എന്തായാലും നമുക്ക് ബാക്കി കൂടെ കണ്ടോക്കാം. മഷൂറയുടെ വീഡിയോയിൽ മഷൂറ പറയുന്ന പോലത്തെ ഒരു കളറും കാര്യങ്ങളൊന്നും അല്ല ഇതുള്ളത് ഒരു അവരുടെ വീഡിയോയിൽ കാണുന്നത് കറക്റ്റ് ഒരു വൈറ്റ് കളറായിട്ടാണ് ക്രീം കാണുന്നത്. പക്ഷെ നമുക്ക് നോക്കിയത് കറക്റ്റ് അറിയാം ഇതിന്റെ കളർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അല്ലെ. ഇതൊരു ക്രീം കളർ ആ ഒരു ലെവലിലാണ് ഇത് വരുന്നത് കേട്ടോ. അപ്പോ പിന്നെ എടുത്ത് പറയുന്നത് ഇതിന്റെ ഒരു ടെക്സ്ചർ ആണ്. എനിക്ക് തോന്നുന്നു അവരുടെ വീഡിയോയിൽ നല്ലൊരു നമ്മളിപ്പോ നിവിയോ പോൺസ് ഒക്കെ പരട്ടണ ഒരു ക്രീമിന്റെ ഒരു കൺസിസ്റ്റൻസിയാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തതെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഇതിന്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു ടെക്സ്ചർ ആണ്. മനസ്സിലായില്ലേ? തീരെ ക്രീമി അല്ല ഇത്. കണ്ടോ, ഇങ്ങനത്തെ ഒരു ടെക്സ്ചർ ആണ് ഇത് വരുന്നത്. അല്ലാണ്ട് നന്നായി ഭയങ്കര ക്രീമി ആയിട്ടുള്ള ഒരു ടെക്സ്ചർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. അല്ല, അവരുടെ വീഡിയോയിൽ പിന്നെ എല്ലാം വെളുത്തിട്ടല്ലേ കാണും. അമ്മാതിരി ഫിൽറ്റർ ഇട്ടിട്ടല്ലേ വീഡിയോ ഷൂട്ട് ചെയ്യണത്. അങ്ങനെയല്ല ബഷീർ സുഹാനത്താദിനൊക്കെ വെളുപ്പിച്ചെടുത്തത്. അല്ലാതെ ഈ ക്രീം തേച്ചിട്ടാണെന്നാണ് നിങ്ങൾ കരുതിയിരിക്കുന്നത്. ഇവരുടെ പ്രൊമോ വീഡിയോയിൽ കാണുന്ന കളറോ ടെക്സ്ചറോ നമ്മൾ നേരിട്ട് വാങ്ങിക്കുമ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. അതൊക്കെ ഒരു ക്യാമറ ട്രിക്ക് അല്ലേ മക്കളെ. എന്തായാലും ബാക്കിയും കൂടെ കണ്ടോക്കാം. സുഹാന യൂസ് ചെയ്യുന്ന പോലെയോ മഷൂറ യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് ഒരിക്കലും ഈ ഒരു ക്രീം യൂസ് ചെയ്യാൻ സാധിക്കില്ല. അവർ ആ ക്രീം എടുത്തിട്ട് അത് പൊത്തുമ്പോ ആ ക്രീമിന്റെ ഒരു മുക്കാഭാഗം ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. കാരണം അത്രയും ക്വാണ്ടിറ്റിയിലാണ് അവർ പൊത്തിരുന്നത്. അവർക്ക് ആ ക്രീമിന്റെ ഒരു റേറ്റ് വെച്ചിട്ട് അവർക്ക് ഈ ഒരു കുപ്പി കഴിഞ്ഞാൽ അപ്പുറത്തെ റൂമിൽ നിന്ന് പോയിട്ട് ഒരു കുപ്പി എടുത്തുകൊണ്ട് വീണ്ടും മുഖത്ത് തേക്കേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് 1500 രൂപ കൊടുത്തിട്ട് ഈ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ ഇത്രയും ക്വാണ്ടിറ്റിയിൽ പൊത്തി ഇട്ട് അങ്ങനെ കിടന്നുറങ്ങാൻ സാധിക്കുമോ ചോദിച്ചാൽ ഒരിക്കലും നടക്കാത്ത ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നമ്മുടെ മുഖത്തിന് എന്താ പറയാ ഒന്ന് എന്താ പറയാ ജസ്റ്റ് ഒന്നിട്ട്
അങ്ങനെ ജസ്റ്റ് ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ അല്ലെ. ഒരു ലെയർ പോലെ ഇട്ട് നിങ്ങൾ കിടന്നുറങ്ങാം, പിറ്റേ ദിവസം ഫേസ് വാഷ് ചെയ്ത് കളയാം. അത്രേ ചെയ്യാൻ പറ്റുള്ളൂ നമ്മളെ കൊണ്ട് കേട്ടോ. അതൊന്നും പറഞ്ഞൊരു കാര്യമില്ല. ക്രീം തേക്കാണെങ്കിൽ സുഹാനും മഷൂറും തേക്കണ പോലെ തന്നെ തേക്കണം. മുഖത്ത് പുട്ടിയിട്ട പോലെ ക്രീം അങ്ങ് നിറഞ്ഞു നിൽക്കണം. എന്നാലല്ലേ അവർ പറയുന്ന പോലെ വെളുത്തിട്ട് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് പെട്ടിട്ട് എന്ത് കാര്യം? ഫേസ് നോക്കണം മക്കളെ. എന്തായാലും ബാക്കി കൂടെ കണ്ടുവെക്കാം. ഈ ഒരു എന്താ പറയാ 2 ആഴ്ച കാലഘട്ടത്തെ മാറ്റങ്ങൾ മാത്രമേ ഞാൻ വന്നിട്ടുള്ളൂ. ഈ സോഫ്റ്റ്നെസ്, ചെറിയൊരു ബ്രൈറ്റ്നെസ്. അല്ലാതെ അവിടെ ക്രീമിന്റെ പേരില് പറയുന്ന പോലെ ഒരു സംഭവം ഒരിക്കലും നടക്കില്ല കേട്ടോ. നിങ്ങൾ അത് വിചാരിച്ചിട്ട് വെളുക്കാൻ വേണ്ടിയിട്ട് ക്രീം വാങ്ങിക്കേണ്ട. കാരണം വെളുക്കില്ല. കാരണം ചെറിയൊരു ബ്രൈറ്റ്നെസ്, നമുക്ക് ഈ സൺടൈനും കാര്യങ്ങളൊക്കെ ഏറ്റിട്ടുള്ള എന്താ പറയാ നമ്മുടെ ഈ മുഖത്തിന്റെ ആ ഒരു കരിവാളിപ്പുണ്ടല്ലോ, അത് പോവും. അത്ര തന്നെ ഉള്ളൂ. അത് നിങ്ങൾക്ക് ഇതിനെക്കാട്ടും വില കുറഞ്ഞ ക്രീം ഉപയോഗിച്ചിട്ട് പോകുമെന്നുണ്ടെന്ന് വെച്ചാല് നല്ലൊരു ക്രീം നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അതായിരിക്കും നല്ലതെന്ന് ഞാൻ എപ്പോഴും പറയും. കാരണം എനിക്ക് അങ്ങനെ ഒരു നല്ലൊരു ക്രീം കിട്ടും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എന്നെ കൊണ്ട് 1500 രൂപ കൊടുത്തിട്ട് ഈ ക്രീം രണ്ടാമത് വാങ്ങിക്കുമോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും വാങ്ങിക്കില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. ഈ ഒരു റേറ്റിന് അത് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. ഒരു വട്ടമൊക്കെ നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി നോക്കാം. പിന്നീട് നമ്മൾ 1500 രൂപ കൊടുത്ത് ക്രീം വാങ്ങില്ല എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇതിനെക്കാട്ടും മാർക്കറ്റിൽ നമുക്ക് വില കുറവിന് കിട്ടുമായിരിക്കും. ഞാൻ ട്രൈ ചെയ്യാത്തതുകൊണ്ടാണ്, വേറൊരു ക്രീമിലേക്ക് ഞാൻ ഇതിൽ കണ്ണ് പായിക്കാത്തത് കൊണ്ടായിരിക്കാം എനിക്കൊരു പക്ഷേ എന്താ പറയാ വേറെ ക്രീം കണ്ടെത്താൻ സാധിക്കാത്തത്. പക്ഷെ ഞാൻ അതിനു വേണ്ടി ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. കാരണം ഈ സൺടൈനും കാര്യങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ ഇനി ജീവിക്കാന്ന് വിചാരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇനി ഞാൻ രണ്ടാമത് ഈ ഒരു വട്ടം ഇനിയും ഈ BB ക്രീം വാങ്ങിക്കുമെന്ന് ചോദിച്ചാൽ ഒരിക്കലും ഞാൻ വാങ്ങിക്കില്ല എന്നാണ് പറഞ്ഞത്. അല്ല, അങ്ങനെ എടുത്ത് പറയണ്ടേ ചേച്ചി. ബഷീർക്കാക്ക് എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയ ക്രീമാണ് ഇതൊക്കെ. ഇനി വാങ്ങൂലെന്ന് പറഞ്ഞാണെങ്കിൽ ആ പാവത്തിന് നെഞ്ചു പൊട്ടിപ്പോകും. മരണം വരെ ഇത് എല്ലാവരും വാങ്ങിച്ചു ഉപയോഗിക്കണം എന്നുള്ളതാണ് എന്റെ ഒരു ഇത്. മരണം പിന്നെ ഇത് ഉപയോഗിച്ച് തുടങ്ങിയാൽ തന്നെ പെട്ടെന്ന് സംഭവിച്ചോളൂ. കാരണം കിഡ്നി അടിച്ച് പോയി പെട്ടെന്ന് തട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണല്ലോ. ഈ ക്രീം വാങ്ങി കുടുംബം വെളുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ശവപ്പെട്ടി കയറിയിട്ടുണ്ടാകും. വല്ലാണ്ട് പൈസ ചെലവാക്കേണ്ട ആവശ്യം വരുന്നില്ല. 1-2 വട്ടം വാങ്ങി ഉപയോഗിക്കുമ്പോഴേക്കും കാര്യം തീരുമാനമായിക്കോളും. എന്തായാലും ഇനി ഈ വ്ളോഗർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് മക്കളെ. വൈറ്റനിങ് ക്രീമുകളുടെ വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് മുമ്പ് നമ്മൾ ഒരുപാട് മുന്നറിയിപ്പുകൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. അതൊക്കെ അതുപോലെ അങ്ങ് സംഭവിച്ചിരിക്കുകയാണ്. ഈ ക്രീം ഉപയോഗിച്ച് ഈ വ്ളോഗറുടെ മുഖത്തെ സ്കിന്നുകളൊക്കെ പറഞ്ഞു പോരാൻ തുടങ്ങി പോലും. അതിനെ കുറിച്ച് അവർ പറയുന്നത് നമുക്കൊന്ന് കണ്ടുനോക്കാം. അടുത്ത ഒരു പ്രശ്നം എന്ന് പറഞ്ഞത് ഇനിയിപ്പോ ഇവിടെ വന്നതിന്റെ പ്രശ്നമാണ് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ അവരെ കുറ്റപ്പെടുത്തലും കാര്യങ്ങളൊന്നല്ല ചെയ്യുന്നത്. ഇത്ര നേരം പറഞ്ഞിട്ട് എനിക്ക് ഇനി പറയാനുള്ള ഒരു നെഗറ്റീവ് റിവ്യൂ എന്ന് പറയുന്നത് എന്റെ സ്കിന്ന് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. നമുക്ക് തൊലി ഒന്ന് അടന്നു പോകുന്ന ഒരു ഫീലിംഗ് എനിക്ക് ചിലപ്പോൾ എന്റെ സ്കിന്നിന്റെ ആയിരിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും അത് അങ്ങനെ ഉണ്ടാവും എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ എന്റെ കാര്യമാണ് പറയുന്നത്. ജസ്റ്റ് ഞാനൊന്ന് സൂം ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. വെയിറ്റ് കണ്ടോ, ഈ ഒരു ഭാഗത്തും ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളില് തൊലി അടന്നു പോകുന്ന ഒരു ഫീലിംഗ് എനിക്കുണ്ട്. ഞാനിത് പൊളിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ കറക്റ്റ് നമ്മുടെ തൊലി പോകുന്ന ഒരു ഫീലാണ് കേട്ടോ. അത് എനിക്കറിയില്ല, അത് നീ എന്താ പറയാ ചിലപ്പോൾ മാറുമായിരിക്കും. എനിക്ക് വേറെ അതുകൊണ്ട് ബുദ്ധിമുട്ടോ വേദനയോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. പക്ഷെ ഞാനിങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ഈ ഒരു ഭാഗങ്ങളിൽ മാത്രമല്ല, ഈ ഒരു ഭാഗം ഇവിടെ പിന്നെ ഈ ഒരു ഭാഗത്ത് അവിടെയുള്ള ഭാഗങ്ങളിൽ മാത്രം ഇങ്ങനെ ആ ഒരു തൊലി പോകുന്ന ഒരു ഫീലാണുള്ളത്. ഓക്കെ, ബെസ്റ്റ്. പൈസ കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിക്കാന്ന് കേട്ടില്ലേ? അതാണിത്. കയ്യില് പൈസയും പോയി, മുഖത്തെ സ്കിന്നും പോയി അല്ലെ. പൊള്ളുന്ന വില കൊടുത്ത് മുഖം പൊള്ളിക്കുന്ന ക്രീം വാങ്ങിച്ച് തേച്ചാണെങ്കിൽ ഇതേപോലെ ഇരിക്കും. നമ്മൾ എത്ര തവണ ഈ കാര്യം പറഞ്ഞതാണ് അല്ലെ. ഇത്തരം ക്രീമിലെ കെമിക്കലുകൾ നമ്മുടെ മുഖവുമായി രാസപ്രവർത്തനത്തിന് ഏർപ്പെട്ട് കഴിഞ്ഞാണെങ്കിൽ നമ്മുടെ മുഖം നന്നായി തിന്നായി തുടങ്ങും. അപ്പൊ നമുക്ക് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് തോന്നും. പിന്നെ തൊലിയുടെ മുഖത്തുള്ള ആവരണം പതുക്കെ പൊളിഞ്ഞു പോരാൻ തുടങ്ങും. ആ സമയത്തുണ്ടല്ലോ വെയിലത്തൊക്കെ പോയി നിന്നാലുണ്ടല്ലോ മക്കളെ, മുഖമൊക്കെ അങ്ങോട്ട് പൊള്ളി നാശമായി പോകും. ഇത്തരം ക്രീമുകളൊക്കെ ഒരു വട്ടം തേച്ചാലും നിർത്താൻ കഴിയില്ല എന്നുള്ളതാണ്. നിർത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുഖത്തേക്ക് നോക്കാനേ പറ്റൂല. അത്രയും കാലം ഉണ്ടായിരുന്ന ബ്രൈറ്റ്നസ് വരെ അങ്ങ് പോയി കിട്ടും. അങ്ങനെ നമ്മുടെ നാച്ചുറൽ സ്കിൻ ടോൺ വരെ അങ്ങ് നഷ്ടപ്പെട്ടു പോകുന്നുള്ളതാണ്. പല ഫാമിലിയും പൈസ ഉണ്ടാക്കാൻ വേണ്ടി പല ക്രീമുകളുമായി രംഗത്ത് വരും. അതൊക്കെ വാങ്ങി ഉപയോഗിക്കണമോ വേണ്ടേ എന്നുള്ളത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ്. നല്ല ലുക്ക് ആയിരിക്കണം, ഫെയർ ആയിരിക്കണം എന്നൊക്കെ ഉള്ളത് ഭൂരിഭാഗം വരുന്ന മനുഷ്യന്മാരുടെ ആഗ്രഹമൊക്കെ തന്നെയാണ്. അതിനൊന്നും ആരും പൂർണ്ണമായി കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ സമൂഹത്തിന് ഒരു പ്രശ്നമാണ്. വെളുത്തവർക്ക് എന്ന് നമ്മുടെ സമൂഹത്തിൽ പ്രത്യേക പ്രിവിലേജ് കിട്ടാറുണ്ട്. അത് കണ്ട് കറുത്തൊരു മനുഷ്യന് തനിക്ക് വെളുക്കണമെന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റു പറയാൻ പറ്റത്തില്ല. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തുടങ്ങുന്ന കളർ ഡിസ്ക്രിമിനേഷൻ ആണ്. അത് പിന്നെ അവന് ജീവിതകാലം മൊത്തം വേട്ടയാടാൻ തുടങ്ങും. അങ്ങനെ കറുപ്പ് നിറമായതിന്റെ പേരിൽ കോൺഫിഡൻസ് ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്താകും ബഷീർ ബഷിയുടെ BB ക്രീമും അത് ഉപയോഗിച്ച് വെളുത്തവരെയും ഒക്കെ നമ്മൾ കാണുന്നത്. കിഡ്നി അല്ല, ഇനി വേറെ എന്തൊക്കെ പോലും വേണ്ടില്ല എന്ന് വിചാരിച്ചവരെന്താക്കും, കിടപ്പാടം വിറ്റിട്ടെങ്കിലും ഈ ക്രീം വാങ്ങിച്ചങ്ങ് തേക്കും. ഇങ്ങനെയുള്ള മനുഷ്യന്മാർ മുതലാക്കിയിട്ടാണ് ഇത്തരത്തിലുള്ള ക്രീമുകളൊക്കെ ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഇത്തരത്തിലുള്ള ഏതെങ്കിലും ക്രീം വാങ്ങിച്ച് തേച്ചിട്ട് നന്നായ ഒരു മനുഷ്യനെ ഞാൻ ഇന്നേവരെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇതൊക്കെ മനുഷ്യന്മാരുടെ നിസ്സഹായാവസ്ഥയും ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിനെയും ഒക്കെ മുതലെടുക്കുന്ന പക്ക ഉടായ്പ പരിപാടികളാണ്. ഉറപ്പായാലും ഒളുപ്പായാലും ഒക്കെ കണക്കാണ്. ലോകം നിങ്ങളൊരു വെളുത്തവനായതിന്റെ പേരിൽ നിങ്ങൾ ഓർക്കാനൊന്നും പോകുന്നില്ല. നല്ല പോലെ ജീവിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, അത്ര തന്നെ. അതേ എനിക്ക് ഇവിടെ ഒന്നും പറയാനില്ല. എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പൊ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.